എൻ്റെ പേര് അജിത്ത്, ഇവൻ്റെ പേര് അഭിമന്യു. ഇവൻ മാർവാരി ക്രോസ് കുതിരയാണ്. പ്യുവർ മാർവാരി എന്ന് പറയാൻ പറ്റത്തില്ല, മാർവാരി ക്രോസ് എന്ന് പറഞ്ഞാൽ പ്യുവറൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ കിട്ടത്തില്ല. അങ്ങ് കിട്ടും, അങ്ങ് പഞ്ചാബ് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ പ്യുവറായിട്ടുള്ളത് കിട്ടും. ഇവനിപ്പോൾ ഒരു 7 വയസ്സ് വരും. ഇവന് 2.5 വയസ്സിൽ നമ്മൾ കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു 7 വയസ്സ് ലഭിച്ചു വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവനുള്ള ഇഷ്ടം കൂടുതൽ കാരണം എപ്പോഴും ഇവൻ്റെ കൂടെ തന്നെ. ഇത് ഒരു 5-6 വർഷമായി ഇത് കുതിരയായിട്ടുള്ളൊരിത് തുടങ്ങിയിട്ട്. നമ്മളിവിടെ അടുത്തൊരു കല്യാണത്തിന് ഇതേപോലെ ഒരു കുതിര വന്നായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടു, ഒന്ന് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ അപ്പോൾ നടന്നില്ല. പിന്നെ ഈ മൃഗങ്ങളോട് എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ ഞാനും അളിയനെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ വാങ്ങിക്കുക ഇത് തോന്നി വാങ്ങിച്ചതാണ്. ഡിണ്ടിഗലിൽ നിന്നാണ് വാങ്ങിച്ചത്, തമിഴ്നാട്. അത് ഒരു 2.5 വയസ്സ് വരും. നമുക്ക് ഡിണ്ടിഗലിൽ നിന്ന് എത്തുന്നതിന് മുമ്പ് അവിടെ അവർക്ക് കിട്ടിയത് അങ്ങ് നോർത്ത് ഇതാണ് അവർ എടുത്തത്. അപ്പോൾ എല്ലാം ഹിന്ദി കമൻറ്റുകളാണ്. ബസ്സാണ് പറഞ്ഞ് നിൽക്കും, ചല്ല് ഓടാൻ. പിന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ട് ആജ എന്ന് പറഞ്ഞാൽ വരും. റൈഡിങ് എല്ലാം പഠിപ്പിക്കും. പിന്നെ ഉത്സവം അങ്ങനെയുള്ള പരിപാടികൾക്ക്. പിന്നെ ചാരിയറ്റ് വലിക്കും, രഥം. ഇന്നും രാവിലെ വർക്കൗട്ടുണ്ട് രാവിലെ. പിന്നെ സ്റ്റുഡൻസ് പഠിക്കാൻ വരും. അങ്ങനെ പഠിച്ചിട്ട് വന്ന് ഒരു 8 മണിയാകുമ്പോഴേക്കും ഫുഡിൻ്റെ ടൈമാണ്. ഒരു തവിട്, ഫ്ലേക്സ്, കാണം. വർക്കൗട്ട് ഉള്ളതുകൊണ്ട് കാണം കൊടുക്കും. കാണം, പിന്നെ ഇത് ചോളപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ രാവിലെ ഫുഡ് കൊടുക്കും. പിന്നെ വെള്ളം, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറച്ച് അഴിച്ചു വിട്ടിരിക്കും. പിന്നെ വൈകിട്ട് ഉച്ചയ്ക്ക് പിന്നെ അല്ലാതെ പുല്ലോ വയ്ക്കുമല്ലോ എന്തെങ്കിലും. പിന്നെ വെള്ളം കൊടുക്കും ഉച്ചയ്ക്ക്. പിന്നെ വൈകിട്ടുള്ള ഇത് രാവിലത്തെ അതേ സെയിം തന്നെയാണ് വൈകിട്ടുള്ള ഫുഡ്. ഇവിടെ നമ്മുടെ സ്റ്റുഡൻസൊക്കെ വരും, രാവിലെ വരും. പിന്നെ അടുത്തുള്ള പയ്യൻ, ഞാൻ ഇല്ലാത്തപ്പോഴും കൂടുതലും ഇത് ഒരു പയ്യുണ്ട്, പുള്ളി കാഞ്ഞിരംകുളത്താണ് വീട്. പുള്ളി വരും, വന്ന് നോക്കാറൊക്കെ ചെയ്യും. അതും ഞാൻ ഇല്ലാത്തപ്പോഴും. ഞാൻ കൂടുതൽ ഇവൻ്റെ കൂടെ കാണും. എന്തായാലും ഒരാൾ എപ്പോഴും വേണം, കുതിരയുടെ എപ്പോഴും ആൾ വേണം. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവിച്ച പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുതിരയുടെ എപ്പോഴും ആൾ വേണം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. വീട്ടിലൊരു കുതിര ഉണ്ടെന്ന് പറയുമ്പോൾ ഉള്ളൊരു അവർക്കും ഉണ്ട്. ഞാൻ ഇതേപോലെ എൻ്റെ അളിയനാണ് പഠിച്ച് ആദ്യം പുള്ളി പഠിച്ച് എന്നൊന്ന് കയറ്റി വിട്ടതേ ഉള്ളൂ. എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മൾ ചെറിയൊരു ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് പഠിച്ച് ഞാൻ കയറിയത്, ആദ്യമായിട്ട് കയറിയത്. ഒന്നും അറിയത്തില്ല. പുള്ളി ആദ്യം ഇതാണ് റൈൻസ്, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞു തന്നുള്ളൂ. ഈ ബ്രേക്കിൻ്റെ കാര്യം പുള്ളി പറഞ്ഞു തന്നില്ല എനിക്ക്. അപ്പോൾ പറഞ്ഞു തരുന്നതിന് മുമ്പേ കുതിര നടക്കാൻ തുടങ്ങി കുറച്ച് ഞാൻ വെച്ച് കുറച്ച് നിൽക്കുന്നിട്ട് അങ്ങനെ കറങ്ങി വരും. കുതിര അങ്ങ് മെയിൻ റോഡങ്ങ് കയറി ഓടി, നല്ല രീതിയിൽ ഓടി. ഞങ്ങൾ പേടിച്ച് മൊത്തത്തിൽ വല്ലതും പറ്റുമെന്ന് തന്നെ വിചാരിച്ച്. എന്തോ കുതിര പെട്ടെന്ന് ഒരിടത്ത് പോയി നിന്നു. അങ്ങനെ എൻ്റെ മറക്കാൻ പറ്റാത്ത, ഇത്രയും കാലത്ത് ഈ കുതിരയോടുള്ള മറക്കാൻ പറ്റാത്ത അത് ഈ കുതിര തന്നെ, ഇവൻ തന്നെ കൊണ്ടോടിയത്. ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ. ഇത് ബിറ്റാണ്, ഇതാണ് കടിഞ്ഞാണില്ലാത്ത കുതിര. ഇത് നാക്കിൽ പ്രസ്സാവുമ്പോഴാണ് കുതിര. നമ്മുടെ ഈ പശുവിനൊക്കെ മൂക്കിൽ കയറിടില്ല, അതിന് പകരം കുതിരയ്ക്ക് ഇടുന്നതാണ് കടിഞ്ഞാൻ. ഇതിട്ടാലേ കുതിര കൺട്രോളിൽ നിൽക്കും. നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ ഇത് വേണം. പിന്നെ ഇത് കൊണ്ട് കെട്ടി നിർത്തിക്കുമ്പോൾ അഴിച്ചു വിട്ടിരിക്കും എന്ന് പറഞ്ഞാൽ കിടക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഒന്നും ഇത് ഇടാറില്ല. വർക്കൗട്ട് ഒരു കുതിരയ്ക്കെന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് വർക്കൗട്ട് പ്രധാനമാണ്. വർക്കൗട്ടില്ലെങ്കിൽ കുതിര പല അസുഖങ്ങൾ വരും. മെയിനായിട്ട് പറഞ്ഞാൽ കോളിക്കാണ്. ഇത് വർക്കൗട്ട് ഇപ്പോൾ ഫുഡ് കഴിച്ച് നമ്മളും കറക്റ്റായിട്ട് നമ്മൾ എക്സസൈസും കാര്യങ്ങളും നടന്നില്ലെങ്കിൽ നമുക്കും ആ ഒരു പ്രശ്നങ്ങൾ നമുക്കും ഉണ്ടാകും. അതുപോലെ കുതിരയ്ക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. കുതിരയ്ക്ക് ഗ്യാസ് കയറി അങ്ങനെ ഒരു നിപ്പ് നിൽക്കും, പെട്ടെന്ന് കിടക്കും. പിന്നെ ഇത് കോളിക്ക്, മെയിനായിട്ട് പറഞ്ഞാൽ കോളിക്ക് അത് വരാൻ തുടങ്ങും. കോളിക്ക് വരും. കോളിക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ കുതിരകൾ ഡെഡാകുന്നത് കോളിക്കാണ്. ഈ ഗ്യാസ് എന്ന് പറയും നമ്മൾ ഇതിൽ ഗ്യാസ് കയറിയാണ് കൂടുതലും. 1-2 കുതിര കൂടെ വാങ്ങണമെന്നുണ്ട്. ഒരു ജോലി, അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നോക്കാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ. ആദ്യം ഒന്ന് കുതിരയെ അടുത്ത് കണ്ട് ഒന്ന് തൊട്ട് എല്ലാം പരിചയപ്പെടുത്തും. ആദ്യം ഒന്ന് തൊട്ട് തടവി പരിചയപ്പെടുത്തിയിട്ട് ആദ്യം അവരെ കൂടെ മേളിലിരുത്തിയിട്ട് അവരെ എല്ലാം ട്രാക്കപ്പ് എല്ലാം നമ്മൾ ചെയ്തിട്ട് അവരെ മേളിലിരുത്തിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് വാക്ക് കൊടുക്കും, നടത്തിക്കും, നമ്മളെ കൂടെ നടത്തിക്കും. എന്നിട്ട് അടുത്ത് അവർ മാത്രം ഇട്ടൊന്ന് വാക്ക് ചെയ്യിപ്പിക്കും. അത് ചെറിയ ഗ്രൗണ്ടിലായിരിക്കും.
ആദ്യം എല്ലാം ചെയ്യിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇതിലോട്ട് പോകുന്നത്. ത്രോട്ട്, ക്യാൻഡർ, ഗാലപ്പ്. അതിലോട്ട് നമ്മൾ ക്യാൻഡറൊക്കെ പോകുമ്പോഴേക്കും കുറച്ചും കൂടെ വലിയ ഗ്രൗണ്ട് കൊടുക്കും, വലിയ ഗ്രൗണ്ട്. അല്ലാതെ ത്രോട്ടിനൊക്കെ നമ്മൾ ചെറിയ ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. എങ്കിലേ പ്രാക്ടീസ് ചെയ്ത് അവർക്കും ചിലപ്പോൾ നമുക്കൊന്ന് കണ്ട് എല്ലാം അവർ പോകണ ഇതും എല്ലാം കറക്റ്റായിട്ട് മനസ്സിലായി നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാൻ പറ്റും. വലിയ ഗ്രൗണ്ട് കൊടുത്താൽ അവർക്കത് കേൾക്കാൻ പറ്റത്തില്ല, നമ്മൾ പുറകെ ഓടേണ്ടി വരും. ആദ്യം അവർക്കൊരു എക്സസൈസൊക്കെയാണ് പറഞ്ഞു കൊടുക്കും. ഇത് കുതിരപ്പുറത്ത് കയറി ഇരിക്കുമ്പോൾ ത്രോട്ടിലൊക്കെ പോകുമ്പോൾ കുറച്ച് റിസ്ക് ഇതാണ്. അപ്പോൾ ചെയ്യേണ്ട എക്സസൈസൊക്കെ ഉണ്ട്, അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ്. നമ്മളിവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടെ ടേംഡാണ്. ആദ്യം ഇത് ലഞ്ചിങ് ഒക്കെ കൊടുത്താണ്. ഒരു കുട്ടി കുതിര നമ്മൾ നോക്കി എടുക്കുമ്പോഴേക്കും ഒരു 2.5 വയസ്സ് കഴിയുമ്പോഴേക്കും അതിനെ ലഞ്ചിങ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യും. ലഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ നിൽക്കും, ഒരു കയറിൽ കുതിര ബന്ധിപ്പിച്ചിട്ട് ഇങ്ങനെ കറക്കും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതാണ് ലഞ്ചിങ്. അതാണ് ഒരു കുതിരയുടെ ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ ഒരു 2.5 വയസ്സിലൊന്നും ആൾക്കാരൊന്നും മേളിൽ കയറാൻ പറ്റത്തില്ല. ഒരു 5 വയസ്സാകണം. 5 വയസ്സായാലേ കുതിര ഹൈറ്റ് നല്ല സൈസൊക്കെ വെച്ച് നല്ല ഡെവലപ്പായിട്ട് വരും. നമ്മളിവിടെ കൊടുക്കുന്നത് പറഞ്ഞാൽ 15 ദിവസത്തെ ക്ലാസ്സാണ്. 15 ദിവസം കൊണ്ട് പഠിച്ചെടുത്തില്ലെങ്കിൽ ബാക്കി നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. അതിന് 1 വർഷമായാലും എത്ര ഇതായാലും നമ്മൾ ബാക്കി ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. 15 ദിവസം വേണ്ട കൂടുതലും, അതിന് മുമ്പേ പഠിച്ചെടുക്കണം. നമ്മൾ പഠിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. വാക്സിൻ ടി ടി ഉണ്ട്. പിന്നെ അല്ലാതെ ഫിറ്റ്നസ്, കുതിരയ്ക്ക് നമ്മൾ ഫിറ്റ്നസ്സാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് റൈഡിങ്ങും ബാക്കിയെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഫിറ്റ്നസ് എടുക്കും. അത് മൃഗാശുപത്രിയിൽ പോയി അവിടെ ഡോക്ടറിനെ കാണിച്ച് അവർ സർട്ടിഫൈ ചെയ്ത് തരും. പിന്നെ വാക്സിനും പല ഐറ്റം വാക്സിനുകളുണ്ട്. നമ്മൾ കൂടുതൽ ടി ഇതൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ലാട ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഈ ലാട ഉപയോഗിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ റോഡൊന്നും അത്ര ഇതല്ല, ടാറിങ് അല്ല പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചത്. ഫുള്ള് മണ്ണാണ്. മണ്ണിലെന്ന് പറഞ്ഞാൽ ലാടത്തിൻ്റെ ആവശ്യം അത്ര വരുന്നില്ല. ഈ നമ്മൾ റോഡിലോട്ടിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പിടാതെ ഇപ്പോൾ റോഡിലൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മൾ കാലൊക്കെ ഒരുമാതിരി നടന്ന് കുറച്ച് ഓടുമ്പോഴേക്കും കാലൊക്കെ ഒരുമാതിരി ഇതാവും. അതുപോലെയാണ് കുതിരയ്ക്ക് ലാടം എന്ന് പറഞ്ഞത്. ഈ കാലിൻ്റെ അവിടെയൊക്കെ സോഫ്റ്റാണ് കുതിരയ്ക്ക്, കാലിൻ്റെ അടിഭാഗമൊക്കെ കുറച്ച്. അത് റോഡിൽ ഓടുമ്പോഴേക്കും ഈ പുറത്തെ തൊലി ആദ്യം പോകും, പിന്നെ അകത്ത് കുറച്ചും കൂടെ ഉള്ളിലോട്ട് ഡാമേജ് ആവും. ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് ലാടം അടിക്കുന്നത്. ലാടം ഒരു പരിധി വരെ നമുക്ക് ഈ കാലിലെ പെയിനൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. മണ്ണിട്ട റോഡ്, ബീച്ച് അതൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. ഈ റോഡൊക്കെ നമ്മൾ കുതിര ഓട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ കാല് പ്രശ്നമാണ്. 28 ദിവസമാണ് പറയുന്നത്. ലാടം അടിക്കുന്നവർ 28 ദിവസത്തെ ഇതാണ് പറയുന്നത്. പക്ഷേ 28 ദിവസം നമുക്ക് പറയാൻ പറ്റത്തില്ല ഓട്ടിക്കുന്ന ഇതുപോലെയും. പിന്നെ അതിൻ്റെ ഉപയോഗം പോലെ ഇരിക്കും. അത് നടക്കുന്ന രീതിയെല്ലാം വെച്ച് നോക്കും. അടുത്ത് കൊണ്ടുപോയാൽ വേറെ ആർക്കും കൈകാര്യം ചെയ്യാവുന്ന കുതിരയാണ്. ഇപ്പോഴുള്ള ഈ മണപ്പിക്കലും ഇതൊന്നും ശ്രദ്ധിക്കണ്ട. അല്ലാത്തപ്പോൾ പുള്ളി ഡീസൻ്റാണ്, കൊണ്ട് നടക്കാൻ പറ്റും. ആർക്കായാലും കൊച്ചു പിള്ളേർക്ക് വരെ കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ മുകളിൽ ആളിരുന്ന ഇത് മാത്രം കൊടുത്താൽ മതി. ബാക്കി നമ്മൾ കൊണ്ടുവന്ന കുതിരയ്ക്കൊക്കെ 4-5 പേരൊക്കെ കൂടെ വേണം. എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ട് കേട്ടാൽ ഒരു ഇത് കേട്ടാലൊക്കെ ചാടുന്ന കുതിരകളാണ് ബാക്കിയുള്ളത് കൊണ്ടുവന്നത്. ഇവനങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്ത് സൗണ്ട് കേട്ടാലും അവിടെ നിന്നോളും, ഒരു പ്രശ്നമായിട്ട് മേളിലിരിക്കുന്ന ആൾക്ക് പയ്യെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ